ചലച്ചിത്ര അക്കാദമി വിവാദവുമായി ബന്ധപ്പെട്ട സമാന്തര യോഗം ചേർന്നില്ലെന്ന് അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ പ്രസ്താവന. മനോജ് ഖാൻ ഉൾപ്പെടെ 9 പേർ പങ്കെടുത്ത മിനിറ്റ്സ് പുറത്തായി. 13-ാം തീയതിയാണ് സമാന്തര യോഗം ചേർന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് എന്നു. ടിൻഡു, മിനിറ്റ്സ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സമാന്തര യോഗം ചേർന്നില്ല എന്നാണ് ചെയർമാൻ അവകാശപ്പെടുന്നതും രഞ്ജിത്ത് അവകാശപ്പെടുന്നതും. എങ്ങനെ നോക്കിക്കാണും? ചലച്ചിത്ര അക്കാദമി വിവാദവുമായി ബന്ധപ്പെട്ട സമാന്തര യോഗം ചേർന്നില്ല എന്നാണ് അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറയുന്നത്. മനോജ് ഖാൻ ഉൾപ്പെടെ 9 പേർ പങ്കെടുത്ത മിനിറ്റ്സ് പുറത്തായൊരു സാഹചര്യമുണ്ട്. 13-ാം തീയതിയാണ് സമാന്തര യോഗം ചേർന്നത്. പക്ഷേ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സമാന്തര യോഗം ചേർന്നില്ല എന്ന് തന്നെയാണ്. ഈ യോഗവുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് പുറത്തായ സാഹചര്യമുണ്ട്. സമാന്തര യോഗം ചേർന്നത് അത് മിനിറ്റ്സ് പുറത്തായ സാഹചര്യം. പക്ഷേ ചെയർമാൻ രഞ്ജിത്ത് പറയുന്നത് സമാന്തര യോഗം ചേർന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്നത്? കേരള ചലച്ചിത്ര അക്കാദമി സമാന്തര യോഗത്തിൻ്റെ മിനിറ്റ്സ് പുറത്തു വന്ന സാഹചര്യമുണ്ട്. മനോജ് ഖാൻ ഉൾപ്പെടെ 9 പേർ പങ്കെടുത്ത മിനിറ്റ്സാണ് പുറത്തായത്. 13-ാം തീയതിയാണ് സമാന്തര യോഗം ചേർന്നത്. വിവരങ്ങളുമായി ടിൻഡു ചേരുന്നുണ്ട്. ടിൻഡു, ഈ സമാന്തര യോഗം ചേർന്നതിന്റെ മിനിറ്റ്സ് പുറത്തായ സാഹചര്യമുണ്ട് 13-ാം തീയതി. പക്ഷേ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇത് നിഷേധിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മിക്ക് ഈ ചലച്ചിത്ര അക്കാദമിയുമായിട്ട് പ്രശ്നങ്ങൾ 13-ാം തീയതി മുതലേ പുകഴുന്നതാണ്. 13-ാം തീയതിയാണ് 9 പേരടങ്ങുന്ന ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സമാന്തര യോഗം ചേർന്നത്. പക്ഷേ ഇത്തരത്തിലൊരു യോഗം ചേർന്നിട്ടില്ല എന്നാണ് രഞ്ജിത്ത് മാധ്യമങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുമായി ആ വാദങ്ങളൊക്കെ പൊളിയുന്ന രീതിയിലാണ് ഇന്ന് ഈ മിനിറ്റ്സ് പുറത്തായിട്ടുള്ളത്. പ്രകാശ് ശ്രീധർ, അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ, മോഹൻ സിലാൽ, മനോജ് ഖാന ഉൾപ്പെടെ 9 അംഗങ്ങളാണ് ഓൺലൈനിലായിട്ടും അല്ലാതെയും ഈ യോഗത്തിൽ ചേർന്നിട്ടുള്ളത്. ഇതിൽ പറയുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് തന്നെ ഫെസ്റ്റിവൽ ജോലിയിൽ സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരുന്ന കുക്കു പരമേശ്വരനെ, അതായത് ജനറൽ കൗൺസിൽ അംഗം കൂടിയായ കുക്കു പരമേശ്വരനെ അവിടുത്തെ താൽക്കാലിക ജോലിക്കാരി, അക്കാദമിയിലെ താൽക്കാലിക ജോലിക്കാരി അവഹേളിക്കുകയും അനാവശ്യമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ ഇതിൽ രഞ്ജിത്ത് ഇടപെട്ട രീതി, അതായത് അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇടപെട്ട രീതി ശരിയല്ല എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ ജീവനക്കാരിയെ പുറത്താക്കിക്കൊണ്ട് രഞ്ജിത്ത് കുക്കു പരമേശ്വരനോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ തിരുത്താനോ തയ്യാറാവണം. അല്ലാത്ത പക്ഷം രഞ്ജിത്ത് അക്കാദമി ചെയർമാന്റെ സ്ഥാനത്ത് നിന്നും പിന്മാറണമെന്നാണ് ഈ മിനിറ്റ്സ് പറയുന്നത്. ഈ താൽക്കാലിക ജീവനക്കാരി സംഭവം ഉണ്ടായ ഉടനെ തന്നെ അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനോട് പോയി സംസാരിക്കുകയും രഞ്ജിത്ത് സിനിമ സ്റ്റൈലിൽ കുക്കു പരമേശ്വരനെ വിളിച്ചു വരുത്തി ശകാരിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അക്കാദമിയിലെ കാര്യങ്ങളിൽ നീ ഇങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല, മര്യാദയ്ക്ക് ജോലി ചെയ്യുക എന്നൊരു രീതിയിലാണ് ചെയർമാൻ കുക്കു പരമേശ്വരനോട് സംസാരിച്ചു എന്നാണ് ഈ മിനിറ്റ്സിൽ പറയുന്നത്. അന്ന് വൈകുന്നേരം തന്നെ, അതായത് 12-ാം തീയതി വൈകുന്നേരം തന്നെ കുക്കു പരമേശ്വരൻ ജോലിയിൽ തുടരാതെ അസുഖാവധി എടുത്ത് വീട്ടിൽ പോവുകയായിരുന്നു. തുടർന്നാണ് പനി എന്ന കാരണത്തിൽ നിന്നും ഇന്നലെ വരെയുള്ള IFFKയുടെ പരിപാടിയിൽ നിന്നൊക്കെ മാറി നിന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കുക്കു പരമേശ്വരനുമായിട്ടുള്ള ഈ ഒരു വിഷയമാണ് അക്കാദമി ചെയർമാനെ എതിരെ തിരിയാനുള്ളതെന്ന് പറയുമ്പോഴും ഇതിന് മുന്നോടിയായി തന്നെ ഡോക്ടർ ബിജു, അതോടൊപ്പം തന്നെ മറ്റു സിനിമാ താരങ്ങൾ, അതായത് ഓരോ സിനിമാ താരങ്ങളെയും സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും വേർതിരിച്ചാണ് ഇത്തരത്തിൽ രഞ്ജിത്ത് അല്ലെങ്കിൽ അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് കാണുന്നതെന്നും അതോടൊപ്പം തന്നെ മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ടോ എന്ന് ഇന്നലെ തന്നെ വാർത്താ സമ്മേളനം വെച്ച് ജനറൽ ബോഡി അംഗങ്ങൾ അറിയിച്ചിരുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഈ മാടമ്പിത്തരം ജനറൽ ബോഡി അംഗങ്ങളോടും അക്കാദമിയിലെ മറ്റ് ജീവനക്കാരോടും വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനാണ് അക്കാദമി ചെയർമാനെതിരെ ഇത്തരത്തിലുള്ള നീക്കവുമായി ജനറൽ ബോഡി അംഗങ്ങൾ മുന്നോട്ട് പോവുക. ഇന്നലെ വരെ പ്രശ്നം എന്താണെന്ന് ജനറൽ ബോഡി അംഗങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് ഈ വിഷയത്തിൽ അക്കാദമി ചെയർമാൻ ശരിയായ രീതിയിൽ ഇടപെടാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മാപ്പ് പറയാത്തത് കൊണ്ടുമാണ് കുക്കു പരമേശ്വരനുമായിട്ടുള്ള വിഷയമാണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ പടയൊരുക്കം ഉണ്ടാകാൻ കാരണമാകുന്ന തെളിവുകളാണ് ഇന്ന് പുറത്തായിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ രഞ്ജിത്തിന് ഇതുമായി ബന്ധപ്പെട്ട രഞ്ജിത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്.